ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം തമിഴിൽ നിന്ന് 3BHK എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം OTT കൂടെ റിലീസ് ആയിട്ടുണ്ട്. സിനിമ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ OTT കണ്ടുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ 2.25 മണിക്കൂറുണ്ട്. 2.25 മണിക്കൂർ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അത്യാവശ്യം പലയിടങ്ങളിലും എമോഷണലി കണക്ട് ആയി. എനിക്കൊരു സിനിമ നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പേഴ്സണലി ഒരു ഇമോഷണലി കണക്ട് ആകുമോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിയാലിറ്റി മറന്ന് എൻജോയ് ചെയ്യുമോ, അങ്ങനെ ത്രില്ലിംഗ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിനിമ നമുക്ക് വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് പലയിടത്തും ഇമോഷണലി കണക്ട് ആവുകയും നല്ല രീതിയിൽ തോന്നിയ ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഒരു റിവ്യൂ ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ മലയാളത്തിൽ 2 ഫേമസ് യൂട്യൂബേഴ്സ് തന്നെ ഒരു മോശം റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കൂട്ടു പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ സ്റ്റോറി ഒന്നുമില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിന് വീട് വാങ്ങിക്കണം. ആ ഒരു വീട് വാങ്ങിക്കാനെ കൊണ്ട് അവർ പാടുപെടുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ പലയിടങ്ങളിലും നമുക്ക് പേഴ്സണലി ഒരു കണക്ഷൻ വരാം, അല്ലെങ്കിൽ പല സീനും അങ്ങനെയൊക്കെ ഒരു ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം മികച്ച രീതിയിൽ നിന്നതുകൊണ്ട് തന്നെ സിനിമ 2.25 മണിക്കൂർ എനിക്കൊരു വെറുപ്പീരായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഈ സിനിമ വലിയ രീതിയിൽ അടിച്ചുവിട്ടതല്ല കണ്ടത്. സാധാരണ കൂള സിനിമകളൊക്കെ ആണെങ്കിൽ ഞാൻ അടിച്ചുവിടാറുണ്ട്. ഇത് ഞാൻ അടിച്ചും വിട്ടല്ല കണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു സിനിമ നല്ലൊരു സിനിമ തന്നെയാണ്. ആരെങ്കിലും കണ്ടു നോക്കാനുണ്ടെങ്കിൽ കണ്ടു നോക്കിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇതിപ്പം എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി കാര്യങ്ങളെല്ലാം തന്നെയാണ്. എങ്കിലും എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു സിനിമയായിരുന്നു. ആരെങ്കിലും കണ്ടു നോക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.